നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം സ്ഥാപനങ്ങളിലൂടെ നാം നേടുന്നുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ പുത്രൻ ഇത്തരത്തിലുള്ള അബദ്ധ സഞ്ചാരം ചെയ്യുന്നു? ഒരെണ്ണം, വിദ്യാഭ്യാസ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. 2, contentment with the superficial. The greatest danger to our civilization is our contentment with the superficial. ആരെയാണ് എൻ്റെ മകൾ വിവാഹം ചെയ്യുന്നത് വലിയ നോട്ടമില്ല. അവരെത്ര പണമുണ്ടെന്ന് നോക്കും, എത്ര കാറും അത് ഏത് മോഡലാണെന്ന് നോക്കും. എല്ലാം വേരിയബിൾ ഫാക്ടേഴ്സ്. അവൻ്റെ ആയുഷ്കാലം അവൻ്റെ ഇരിക്കേണ്ട മകൾ എങ്ങനെയുണ്ട്, ഈ കൊച്ചനെങ്ങനെയുണ്ട്, ആർക്കും അന്വേഷണമില്ല. അതുകൊണ്ട് തന്നെ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ ഏതാണ്ട് കണക്ക് പിടിച്ചാൽ ഒരു ദിവസം ഒരു വിവാഹം അത് പിരിഞ്ഞു പോകുന്നുവെന്ന്. 300 ഡൈവോഴ്സ്. ഇതിന് പോസിറ്റീവായ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൺവെൻഷൻ നടക്കും. പണ്ട് കാലങ്ങളിൽ അതിൻ്റെ സ്റ്റെപ്സിൻ്റെ നമ്മുടെ പുറത്തുള്ള ആവിഷ്കാരങ്ങളാണ് നമ്മുടെ ധർമാലയങ്ങൾ, കുമ്പനാട് അഗതി മന്ദിരം, മറ്റ് സ്ഥാപനങ്ങളെങ്കിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ത് പോസിറ്റീവ് സ്റ്റെപ്സാണ് നമ്മുടെ സഭയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കുന്നതിന് കാര്യമായ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുവാൻ സഭാ കൗൺസിലിനും സിനഡിനും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മണ്ഡലത്തിനും സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ കർത്താവ് പറയും, മരണത്തിന് മുമ്പാണല്ലോ പറഞ്ഞത്, അതിന് കൂടുതൽ വെയിറ്റ് ഉണ്ട്. ഇഫ് യു നോ ദീസ് തിങ്സ് ഹാപ്പി ആർ യു ഇഫ് യു ക്യാൻ ഡു ദം. നിങ്ങൾ ഇതറിഞ്ഞുവെങ്കിൽ, ചെയ്താൽ ഭാഗ്യവാന്മാർ. എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ നേതൃത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കണം. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ നേതൃത്വത്തെക്കുറിച്ച് എന്താണ്? ഹൃദയ നൈർമല്യവും വിശ്വസ്തതയുമാണ്. ആത്മാവിൻ്റെ വിശുദ്ധിയുടെ അർപ്പണത്തിൽ ദൈവം പ്രസാദിക്കുന്നു, ഭാവപ്രകടനങ്ങളിലല്ല. ഇനിയും എലക്ഷൻ വരികയാണ്, മെയ് മാസത്തിലായിരിക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് എന്ത് ചെയ്യുന്നു? നയനമോഹനങ്ങളായ സുന്ദരമായ പ്രകടനങ്ങളാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, അവിടെ വരെ ഇല്ലായിരിക്കും നമ്മുടെ ദേശമല്ലാത്തത് കൊണ്ട്, കുഴിത്തുറ വരെ പോവുക. എല്ലാ പാർട്ടിയും നയനമോഹനങ്ങളായ, കണ്ണിനെ വശീകരിക്കുവാൻ സാധിക്കുന്ന സുന്ദരമായ പ്രകടനങ്ങളാണ്. മാധ്യമങ്ങളുടെ തിളക്കത്തിൽ, അതിൻ്റെ മായാവലയത്തിൽ നമ്മളെല്ലാം പെട്ടുപോവുകയാണ്. എന്തൊരു കഷ്ടമാണിത്. 111ാമത് കൺവെൻഷൻ. ഇങ്ങനെയുള്ള മായാവലയത്തിൽപ്പെട്ട് ജീവിക്കുകയാണോ നമ്മൾ? അതിനാണോ ലോകത്തിലേക്ക് വിവേകത്തോടുകൂടെ നമ്മെ സൃഷ്ടിച്ച് വിവേകത്തോടുകൂടെ ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത്? ഇതിനാണോ? അധികാരത്തിൻ്റെ പകിട്ടിലേക്ക്. ഇതൊരു വേദിയാണ്. ഇതിന് വെളിച്ചം പകരാൻ ആളുകൾ നിൽക്കുകയാണ് പകലായാലും. ആ വെളിച്ചത്തിലേക്ക് എത്ര ആളുകളാണ് ഇടിച്ചു കയറുന്നറിയോ? ചിലപ്പോൾ ചില വേദികൾ തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട്. വേദിയും വെളിച്ചവും അന്വേഷിച്ച് പോകുന്നതിനല്ല, യുവതി യുവാക്കളെ, ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസാനത്തെ മനുഷ്യനെ തേടിപ്പോകുന്നവനാണ് നല്ല ഇടയൻ. നമുക്കിത് സാധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കർമ്മപഥത്തിൽ നാം നീങ്ങുമ്പോൾ, ദുർഗമമായ കർമ്മമാർഗങ്ങളിൽ നാം ചരിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച പിശാച് തന്നെ ഇന്നുമുണ്ട്. ഹിംസയുടെ ശക്തികൾ നമ്മളെ വശീകരിച്ച ആ കർമ്മത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടേതായ ജീവിതത്തിൽ കർമ്മത്തിൻ്റെ കടമയുടെ പാതയിൽ നീങ്ങുമ്പോൾ നമ്മൾ ദുഃഖിതരായ ആളുകളെ കരഞ്ഞു കാണിക്കുന്ന ആളുകളാണ്. വി ആർ പ്രൗൺ ടു സബ്സ്റ്റിറ്റ്യൂട്ട് സെൽഫ് പിറ്റി ഫോർ ഒബീഡിയൻസ്. ക്രൂശിലെ മരണത്തോളം കരഞ്ഞ ആളുകളോട് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ഇത് ഗുണപരമായ മാറ്റത്തിനു വേണ്ടി, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കർമ്മസരണിയിലാണ്, ദുർഗമമായ കർമ്മസരണിയിലാണ്. അത് ചെല്ലുന്നത് കുരിശിലാണ്. ഇവിടെ നിന്ന് എന്നെ തെറ്റിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. യേശുവിൻ്റെ പ്രഖ്യാപനമൊന്നും ആയിരുന്നില്ല, യേശു ചെയ്ത കാര്യത്തിൻ്റെ ആർട്ടിക്കുലേഷൻ മാത്രം. നമുക്ക് സാധിക്കുന്നുണ്ടോ?
മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ മുഖ്യമന്ത്രിമാരാണ്, ഉമ്മൻചാണ്ടികളാണ്. കുഞ്ഞുങ്ങൾ പ്രജകളാണ്, നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കൈവിലങ്ങ്, പ്രൊഫഷണലാകാൻ വിട്ടവൻ പ്രൊഫഷണൽ ഗുണ്ടയായിത്തീരുക, കോളേജിൽ പഠിക്കാൻ പോയവൻ ചിറക്കടവ് ബാങ്ക് കൊള്ള ചെയ്യുന്നതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു മടങ്ങുക. ഹൃദയഭേദകമായ ചിത്രമാണ്. ഇതിൽ നാം എങ്ങനെ കരകയറും? 2